ഇന്ന് ലോക പത്ര സ്വാതന്ത്ര്യ ദിനം. ജനാധിപത്യത്തിന്റെ നാലാം സ്തംഭമായാണ് മാധ്യമപ്രവർത്തകരെ വിശേഷിപ്പിക്കാറുള്ളത്. ഒരു സംഭവത്തിന് പിന്നിലെ സത്യം കണ്ടെത്താനായി മാധ്യമപ്രവർത്തകർ പലപ്പോഴും തങ്ങളുടെ ജീവനും പ്രശസ്തിയും പണയപ്പെടുത്തിക്കൊണ്ട് കർമ്മനിരതരാകാറുണ്ട്. അവരുടെ കഠിനാധ്വാനത്തെ അഭിനന്ദിക്കുന്നതിനായി എല്ലാ വർഷവും മെയ് 3 ലോക പത്ര സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുന്നു. നമുക്ക് ഇന്നത്തെ ദിനത്തിന്റെ ചരിത്രവും പ്രാധാന്യവും ഒന്നറിഞ്ഞാലോ. ജനാധിപത്യത്തിന്റെ നാലാം തൂണിന്റെ പ്രാധാന്യം വിളിച്ചോതുന്ന ഈ ദിനാചരണം സത്യം ജനങ്ങളിലെത്തിക്കാൻ മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്കിനെയും ഉയർത്തിക്കാട്ടുന്നു. ലോകമെമ്പാടും മാധ്യമപ്രവർത്തകർ നേരിടുന്ന വെല്ലുവിളികൾ ഈ ദിനാചരണം ഉയർത്തിക്കാട്ടുന്നുണ്ട്. ഒപ്പം വിവരങ്ങൾ തടസ്സമില്ലാതെ ഒഴുകിയെത്തിക്കുന്നുവെന്നും ഈ ദിനം ഉറപ്പാക്കുകയും ചെയ്യുന്നു. സത്യം കണ്ടെത്താനുള്ള യാത്രക്കിടെ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്ന മാധ്യമപ്രവർത്തകരെ ഈ ദിനത്തിൽ നാം ആദരിക്കുകയും ചെയ്യുന്നുണ്ട്. ധീരമായ പുത്തൻ കാലത്തെ റിപ്പോർട്ടിംഗ്, പത്രസ്വാതന്ത്ര്യത്തിലും മാധ്യമങ്ങളിലും നിർമ്മിത ബുദ്ധിയുടെ സ്വാധീനം, റിപ്പോർട്ടിംഗ് ഇൻ ദ ബ്രേവ് ന്യൂ വേൾഡ്, ദ ഇമ്പാക്ട് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നതാണ് ഇക്കൊല്ലത്തെ ദിനാചരണത്തിന്റെ പ്രമേയം. ഈ വിശേഷ ദിനത്തിൽ ഈ ദിനത്തിന്റെ പ്രാധാന്യവും ചരിത്രവും നമുക്കറിയാം. 1991 യുനെസ്കോയുടെ ശുപാർശയെ തുടർന്ന് ഐക്യരാഷ്ട്രസഭ 1993 ലോക പത്രസ്വാതന്ത്ര്യ ദിനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. 1994 ആദ്യമായി ലോക പത്രസ്വാതന്ത്ര്യ ദിനം ആചരിച്ചു. അന്ന് തൊട്ടിങ്ങോട്ട് പത്രസ്വാതന്ത്ര്യ രംഗത്തെ പ്രമുഖ രേഖയായ വിൻഡേക് ഹോഗ് പ്രഖ്യാപനത്തിന്റെ ഓർമ്മ പുതുക്കി മെയ് 3 ലോക പത്രസ്വാതന്ത്ര്യ ദിനമായി ആചരിച്ചു പോരുന്നു. 1991 നബീബിയയിലെ വിൻഹോഗിൽ നടന്ന യുനെസ്കോയുടെ സെമിനാറിലുണ്ടായ ഈ പ്രഖ്യാപനം ജനാധിപത്യത്തിൽ സ്വതന്ത്ര മാധ്യമങ്ങളുടെ ആവശ്യകത ഉയർത്തിക്കാട്ടുന്നു. ഇനി നമുക്ക് ലോക പത്ര സ്വാതന്ത്ര്യ ദിനത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് ഒന്ന് നോക്കാം. മാധ്യമങ്ങളെ സംരക്ഷിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുന്ന ദിനമാണിത്. മാധ്യമപ്രവർത്തകർ എന്തുകൊണ്ട് സ്വതന്ത്രവും സുരക്ഷിതവുമായി സംസാരിക്കണമെന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കാൻ ഈ ദിനാചരണം സഹായകമാകുന്നു. തൊഴിൽ ചെയ്യുന്നതിനിടെ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെ കുറിച്ച് ചിന്തിക്കാൻ മാധ്യമപ്രവർത്തകർക്ക് ഈ ദിനം ഒരു അവസരമൊരുക്കുകയും ചെയ്യുന്നുണ്ട്. മാധ്യമപ്രവർത്തകർക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കും പൊതുജനങ്ങൾക്കും ഒന്നിച്ചിരുന്ന അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചും പരിഹാര നിർദ്ദേശങ്ങളെക്കുറിച്ചും അവരെ സംരക്ഷിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാൻ ഈ ദിനാചരണം അവസരമൊരുക്കുന്നു. ഇനി നമുക്ക് ഇക്കൊല്ലത്തെ ദിനാചരണത്തിന്റെ പ്രമേയം ഒന്നവലോകനം ചെയ്യാം. നിർമ്മിത ബുദ്ധി മാധ്യമരംഗത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനാണ് ഇക്കൊല്ലത്തെ ലോക പത്ര സ്വാതന്ത്ര്യ ദിനം ഊന്നൽ നൽകുന്നത്. റിപ്പോർട്ടിംഗും ഉള്ളടക്കം സൃഷ്ടിക്കലും വസ്തുത പരിശോധിക്കലുമെല്ലാം നിർമ്മിത ബുദ്ധി എളുപ്പവും വേഗമുള്ളതുമാക്കി തീർത്തിരിക്കുന്നു. വിവിധ ഭാഷകളിൽ ഉള്ളടക്കങ്ങൾ തയ്യാറാക്കാനും വിവരങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാനും നമ്മെ സഹായിക്കുന്നുണ്ട്. അതേസമയം ഇതിൽ ചില വെല്ലുവിളികളുമുണ്ട്. നിർമ്മിത ബുദ്ധിയിലൂടെ വ്യാജ വാർത്തകളും പ്രചരിപ്പിക്കാനാകും, തെറ്റിദ്ധരിപ്പിക്കുന്ന ദൃശ്യങ്ങളും സൃഷ്ടിക്കാം. മാധ്യമരംഗത്ത് പണം ഉണ്ടാക്കുന്നതിനെയും AI ബാധിക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു.